മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീടുകളിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് ആശങ്കയുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് 24നോട്. ഇതുമായി ബന്ധപ്പെട്ട് ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് കാര്യമില്ല. വിള്ളലുള്ള ഭാഗത്ത് മായ്ച്ച ശേഷം ഇവിടെ ഒരു വിള്ളലുമില്ലെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പണി കഴിഞ്ഞുവെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ഘാടനം നടത്തിയതെന്നും OJ ജനീഷ് വിമർശിച്ചു. സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളൽ വീണ നൌഫലിന്റെ വീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് അല്പസമയം മുമ്പാണ് സന്ദർശിച്ചത്. ഈ ടൗൺഷിപ്പിലെ ആ വീട് കണ്ടിട്ട് എന്ത് തോന്നി? എനിക്ക് മനസ്സിലാകാതെ പോയത് രാജൻ എന്ത് പറ്റിയെന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് പെട്ടെന്ന് ഡെസ്കിൽ കയറി നിന്ന് ഒരു കടലാസ് എടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പറാന്ന് തോന്നുന്നു, എടുത്തിട്ട് ആ മാച്ചിട്ട് എനിക്ക് വിശ്വാസമായി ഇത് വിള്ളലല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണടയുടെ ഗ്ലാസിന്റെ പവർ ഒന്ന് മാറ്റണം. വിള്ളൽ അതിന്റെ നടുക്കാണ്, അപ്പുറം ഇപ്പുറം വരച്ചത്, പേനയ്ക്ക് വരച്ചത്. ആ വിള്ളൽ മാർക്ക് ചെയ്തതാണ്. സർക്കാരിന് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു എന്ന് ഇലക്ഷന് മുമ്പ് പറയണമായിരുന്നു. ആ പണിയാണ് നടത്തി. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും വയനാട്ടിലെത്തുന്ന കോൺഗ്രസ് നേതാക്കളും ഈ ടൗൺഷിപ്പിനെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നുള്ളത് കോൺഗ്രസ് ഭൂമിയിൽ ഇപ്പോൾ നിലവിൽ നിർമ്മാണം എവിടെ വരെയായി, എപ്പോഴാണ് അതൊരു വാസയോഗ്യമായ വീടുകൾ ഒരുങ്ങുന്ന നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഭവനത്തിന് ഭൂമി കണ്ടെത്താൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. ഒടുവിലാണ് ഒരു ഭൂമി കുറച്ചും കൂടി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഭൂമി കണ്ടെത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. മോഡൽ ഹൗസിനുള്ള പെർമിഷൻ പഞ്ചായത്തിൽ നിന്ന് എടുത്തതാണ്. എടുത്ത പെർമിഷൻ പോലും ഇല്ല എന്നൊന്ന് പഞ്ചായത്ത് സെക്രട്ടറി പച്ചക്കള്ളം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം പച്ചക്കള്ളം പറഞ്ഞു. സഫീഷ്യൻ്റായ പണം കയ്യിൽ വെച്ചിട്ടും ഗവൺമെന്റ് വരുത്തിയ ഡിലേ ഒന്നും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ദുരന്തബാധിതർക്ക് ഭവനം കൊടുക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ആർക്കാണ്? ഗവൺമെന്റിനാണ്. നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ആശങ്ക എന്ന് പറയുന്നത് 410ഓളം വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അതിൽ 378ഓളം വീടുകൾ ഇവിടെ ഈ സോണിലുണ്ട് എന്ന് പറഞ്ഞു. ആ 378 വീടുകൾ 178 വീടിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് തുടങ്ങി അവസാനിപ്പിച്ച് സർക്കാർ കൈമാറിയെന്ന് പറയുന്നത്. ഇപ്പോഴും അതിന്റെ ഡ്രെയിനേജും സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരിപ്പോഴും ഈ ഭവനം എന്ന് കൈമാറി കിട്ടുമെന്നുള്ളൊരു താല്പര്യത്തിന്റെ പേരിൽ നിൽക്കുക. ഈ വനിതാ സംവരണ ബില്ല് എതിർത്തു. ഇപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ എതിർത്തു, അതുകൊണ്ടത് പരാജയപ്പെട്ടു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമല്ലേ BJP? അല്ല, BJPയുടെ ഒരു എല്ലാ കാലത്തേക്കും ഭരണം ഉറപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു ഇപ്പോൾ കൊണ്ടുവന്ന ബില്ല്. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? ഇത് സെൻസസിന് വേണ്ടി കാത്തിരിക്കേണ്ട, ഇതിന് മണ്ഡലം പുനർനിർണയത്തിന് വേണ്ടിയും കാത്തിരിക്കേണ്ട, ഇത് ഇപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വരുത്തണം, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രാബല്യത്തിൽ വരുത്തണം എന്നല്ലേ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് പ്രസംഗിച്ചത്. അപ്പോൾ അതിനർത്ഥം എന്താ? ഞങ്ങൾ വനിതാ സംവരണ ബില്ലിന് എതിരല്ല. രണ്ട്, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം വലിയ രീതിയിൽ കുറയുന്നൊരു ഘട്ടമുണ്ടാകും. അതിനെ നീതീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുതന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ് 24നോടൊപ്പം ചേർന്നത്. ടൗൺഷിപ്പിലെ വിള്ളൽ വീണ നൌഫലിന്റെ വീട് സന്ദർശിച്ച ശേഷം അതിനെ തുടർന്നുള്ള വിവാദങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ തന്നെ മറുപടി നൽകുകയായിരുന്നു. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.